ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11-ന്. ഇന്ന് ദേശീയ സമ്മതിദായക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംശുദ്ധ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. സമ്മതിദാനത്തെക്കുറിച്ചുള്ള മികച്ച പ്രചാരണ പരിപാടികൾക്കുള്ള പുരസ്കാരം ആകാശവാണി വാർത്താ സേവന വിഭാഗത്തിന്. 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഇന്ന് തൃശൂരിൽ അരങ്ങുണരും. ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ട്വന്റി പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ. വാർത്തകൾ വിശദമായി. 77ാമത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 7 മുതൽ ആകാശവാണിയുടെ ദേശീയ ശൃംഖലകളിലൂടെയും ദൂരദർശന്റെ എല്ലാ ചാനലുകളിലൂടെയും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലുമായിരിക്കും രാഷ്ട്രപതിയുടെ അഭിസംബോധന. ആകാശവാണിയുടെ പ്രാദേശിക ശൃംഖലകളിലൂടെ രാത്രി 9:30 മുതൽ പ്രസംഗം പ്രാദേശിക ഭാഷകളിൽ കേൾക്കാം. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. കർത്തവ്യപഥിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്നും ഈ വർഷത്തെ മുഖ്യാതിഥികളായിരിക്കും. രാജ്യത്തിന്റെ സാംസ്കാരിക സൈനിക ശക്തിയുടെയും പൈതൃകത്തിന്റെയും സവിശേഷമായ ദൃശ്യവിരുന്നിനാകും കർത്തവ്യപഥ് സാക്ഷ്യം വഹിക്കുക. വന്ദേമാതരത്തിന്റെ 150 വർഷം എന്നതാണ് ഇത്തവണത്തെ പരേഡിന്റെ പ്രമേയം. പരേഡിൽ 17 സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യവും അരങ്ങേറും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കനത്ത സുരക്ഷയിലാണ് രാജ്യതലസ്ഥാനം. തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികളെ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം ആദരിക്കും. റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ പ്രത്യേക അതിഥികളായി ഇവർക്ക് ക്ഷണം ലഭിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചായത്തുകളിൽ നിന്നുള്ള 240 അധ്യക്ഷന്മാർ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. യൂണിസെഫുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത പഞ്ചാം ചാറ്റ് ബോട്ട് പരിപാടിയിൽ പുറത്തിറക്കും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിൽ കേരളത്തിന് നേട്ടം. പെൺകുട്ടികളുടെ ബ്രാസ് ബാൻഡ് വിഭാഗത്തിൽ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി. ആൺകുട്ടികളുടെ ഇതേ വിഭാഗത്തിൽ കാസർഗോഡ് പെരിയ PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയം സമാശ്വാസ സമ്മാനം നേടി. 763 സ്കൂൾ ബാൻഡ് ടീമുകളിൽ നിന്നാണ് കേരളത്തിലെ സ്കൂളുകൾ ഈ നേട്ടം കൈവരിച്ചത്. കേരളത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നാളെ രാവിലെ 9-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തും. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11-ന്. പരിപാടിയുടെ 130ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും. ഇന്ന് ദേശീയ സമ്മതിദായക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന 16ാമത് ദേശീയ വോട്ടർ ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യൻ ജനാധിപത്യത്തെ ആഘോഷിക്കുന്നതും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഓരോ പൌരന്റെയും പങ്ക് അടിവരയിടുന്നതുമാണ് ദേശീയ സമ്മതിദായക ദിനാചരണം. 1950 ജനുവരി 25-നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. 2011 മുതൽ ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. എന്റെ ഇന്ത്യ എന്റെ വോട്ട് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. പൌരകേന്ദ്രീകൃതമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിബദ്ധത ഇത് അടയാളപ്പെടുത്തുന്നു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. യുവ വോട്ടർമാർക്ക് രാഷ്ട്രപതി ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡുകൾ കൈമാറും. വിവിധ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങളും മാധ്യമങ്ങൾക്കുള്ള അവാർഡുകളും രാഷ്ട്രപതി സമ്മാനിക്കും. രാജ്യമെമ്പാടും ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. മേര യുവഭാരതും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദയാത്രയും സൺഡേസ് ഓൺ സൈക്കിൾ റാലിയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്മതിദായക ദിനാചരണങ്ങളുടെ ഭാഗമായാണ് പദയാത്ര. കവടിയാർ സ്വാമി വിവേകാനന്ദ പാർക്ക് മുതൽ തൈക്കാട് പോലീസ് ഗ്രൌണ്ട് വരെയാണ് റാലി.
സമ്മതിദായകർക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി നടത്തിയ മികച്ച പ്രചാരണ പരിപാടികൾക്കുള്ള മാധ്യമ പുരസ്കാരം ആകാശവാണിയുടെ വാർത്താ സേവന വിഭാഗത്തിന്. ഇലക്ട്രോണിക് റേഡിയോ വിഭാഗത്തിലാണ് പുരസ്കാരം. സമ്മതിദായക ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി അവാർഡ് സമ്മാനിക്കും. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവ്വഹണം ഉറപ്പാക്കുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. ദേശീയപാത 22ൽ ഹിമാചൽ പ്രദേശിലെ പർവാനോ സോളൻ സ്ട്രെച്ച് വിപുലീകരണത്തിൽ കൈവരിച്ച പുരോഗതി പ്രഗതി സംരംഭത്തിന്റെ ഫലപ്രാപ്തിയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ്. ഭൂമി ഏറ്റെടുക്കൽ, വനമനുമതികൾ, നഷ്ടപരിഹാര വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി വെല്ലുവിളികൾ പദ്ധതിയെ ബാധിച്ചിരുന്നെങ്കിലും കൃത്യമായ അവലോകനത്തിലൂടെ 2023 ഡിസംബറിൽ ഇത് പൂർത്തിയാക്കാനായി. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിന്റെ ആക്ടിംഗ് വൈസ് ചാൻസലറുമായ ജസ്റ്റിസ് എസ് സിരിജഗൻ അന്തരിച്ചു. കേരളത്തിലെ തെരുവുനായ ശല്യം പഠിക്കാനും ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാനുമായി സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ബുധനാഴ്ച ആരംഭിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ അതത് ദിവസം തന്നെ പോർട്ടലിൽ ചേർക്കണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ഹിയറിംഗിനിടെ സമർപ്പിക്കുന്ന SIR സംബന്ധിച്ച എല്ലാ റിപ്പോർട്ടുകളും അതേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ECI നെറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ വോട്ടർ പട്ടിക കൈപ്പുസ്തകത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിച്ച് BLOമാർ സമർപ്പിക്കുന്ന ഫോമുകൾ സ്വീകരിക്കാൻ EROമാർക്കും BLOമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ നിർദ്ദേശം നൽകി. മിക്ക BLOമാരും ഫോമുകൾ സ്വീകരിക്കുന്നില്ല എന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. സംശുദ്ധ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. യോഗ്യരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അയോഗ്യരെ നീക്കം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം ആരംഭിച്ചത്. ബീഹാറിൽ ഇത് വിജയകരമായി പൂർത്തിയാക്കിയതായും അദ്ദേഹം ദേശീയ വോട്ടർ ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ അറിയിച്ചു. The special intensive revision of electoral rolls was initiated to ensure that every eligible elector's name is included in the electoral roll and that every ineligible name is removed. This exercise has been successfully completed in Bihar and is presently being smoothly conducted in 12 states and union territories of the country. It will soon be rolled out in the remaining states as well. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഇന്ന് തൃശൂരിൽ അരങ്ങുണരും. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. അർജന്റീനയിൽ നിന്നുള്ള നാടകമായ ഫ്രാങ്കൻസ്റ്റൈൻ പ്രോജക്ട് വൈകിട്ട് അരങ്ങേറുന്നതോടെ നാടകോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമാകും. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്യും. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം നടി ശാരദ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും. ഇന്ത്യ ന്യൂസിലാന്റ് പുരുഷ ട്വന്റി പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ഗുവാഹട്ടിയിലെ ACA സ്റ്റേഡിയത്തിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2-0 ഇന്ത്യ മുന്നിലാണ്. T20 ലോകകപ്പ് ഗ്രൂപ്പ് സിയിൽ ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ഇന്ത്യയിൽ ഷെഡ്യൂൾ ചെയ്ത മത്സരങ്ങൾ മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ICC നയത്തിന് അനുസൃതമല്ലെന്നും കൌൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് വ്യക്തമാക്കി. നിലപാട് പുനഃപരിശോധിക്കാൻ ബംഗ്ലാദേശിന് സമയം അനുവദിച്ചിരുന്നു. ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് അടുത്ത മാസം 7-നാണ് ആരംഭിക്കുന്നത്. കശ്മീർ താഴ്വരയിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിൽ സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തി ഭക്ഷ്യധാന്യം കയറ്റിയ ചരക്ക് ട്രെയിൻ കഴിഞ്ഞ ദിവസം അനന്ത്നാഗിലെത്തി. ഈ മേഖലയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും ലഭ്യമായ റെയിൽ ഗതാഗത സൌകര്യത്തിന്റെ കരുത്താണ് ഇതിലൂടെ പ്രകടമാകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11-ന്.
ഇന്ന് ദേശീയ സമ്മതിദായക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംശുദ്ധ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. സമ്മതിദാനത്തെക്കുറിച്ചുള്ള മികച്ച പ്രചാരണ പരിപാടികൾക്കുള്ള പുരസ്കാരം ആകാശവാണി വാർത്താ സേവന വിഭാഗത്തിന്. 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഇന്ന് തൃശൂരിൽ അരങ്ങുണരും. ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.